എല്ലാവർക്കും നമസ്തേ. കേരളത്തിലെ ഇപ്പോഴത്തെ സംസാര വിഷയം നമ്മുടെ ആശാപ്രവർത്തകർ നടത്തുന്ന ന്യായത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടി നടത്തുന്ന സമരമോ, PSC അംഗങ്ങൾക്ക് അന്യായമായി കൂട്ടി നൽകിയ അവരുടെ പ്രതിഫലമോ, ഡൽഹിയിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന KV തോമസിന് വാരിക്കോരി കൊടുക്കുന്ന ശമ്പളമോ ഒന്നുമല്ല ഇപ്പോഴത്തെ കേരളത്തിലെ സംസാര വിഷയം. നമ്മുടെ ശശി തരൂർ, അദ്ദേഹത്തിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ശശി തരൂർ ആരായിരുന്നു? നമ്മുടെ ഇന്ത്യക്കാരനായ ഐക്യരാഷ്ട്ര സഭയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ആ സേവന കാലാവധി കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലെത്തി കോൺഗ്രസിൽ ചേർന്ന് നമ്മുടെ കേന്ദ്രമന്ത്രിയാവുകയും ഇപ്പോൾ നിലവിൽ MP ആയിട്ടും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ശശി തരൂർ. വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടക്കുന്നില്ല, വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. ബൗദ്ധികമായി അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ വളരെയേറെ കഴിവുള്ള മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. മുൻപ് പറഞ്ഞ പദവികളിൽ ഇരിക്കണമെങ്കിൽ, കേന്ദ്രമന്ത്രി പദവിയല്ല, ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം കഴിവുള്ള ഒരാളായിട്ടാണ് ആ പദവിയിൽ ഇരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേന്ദ്രത്തിൽ ഇപ്പോൾ ആർക്ക് വേണേലും മന്ത്രിയാകും. ഈ വലിയ കഴിവൊന്നും വേണമെന്നൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് ഓച്ചാനിച്ചിരിക്കാൻ കഴിവുണ്ടോ? മന്ത്രിയാവും. അതിന് നല്ല ഉദാഹരണമായിരുന്നു നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്ന MM മണി. ഒരു സ്വന്തം പേര് പോലും എഴുതാൻ അറിയാൻ വയ്യാത്ത മനുഷ്യനാണ് MM മണി. അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ആകെയുള്ള യോഗ്യത ആളുകളെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുക, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് വൃത്തികെട്ട രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യുക, അവരെ തെറി പറയുക, വാ തുറന്ന തെറി പറയുക, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗ്യത. അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നില്ലേ? അപ്പം മന്ത്രിയായിട്ടിരിക്കാൻ ആ യോഗ്യത വേണമെന്നില്ല. എങ്കിലും അല്പം വിദ്യാഭ്യാസവും ബുദ്ധിയും കഴിവുള്ളവർ ആ സ്ഥാനത്ത് വന്നാൽ ആ രാജ്യവും ആ ജനതതിയും രക്ഷപ്പെടുമെന്നുള്ളത് വേറെ കാര്യം. അതിനാൽ ഉദാഹരണമാണ് ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് കഴിഞ്ഞ 10-13 വർഷത്തോളമാകുന്നു നമ്മളെ ഭരിക്കാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തിൻ്റെ ആ വളർച്ച, ലോകത്തിന് മുന്നിലെ നമ്മുടെ രാജ്യത്തിനുള്ള ആ ഒരു സ്ഥാനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതല്ല ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശശി തരൂരിനെ കുറിച്ചാണ്. ശശി തരൂർ അങ്ങോട്ട് ചാടും, അതോ കോൺഗ്രസിൽ അകത്ത് നിൽക്കുമോ, അതോ പുറത്ത് ചാടുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. ഈ ചർച്ച കൊണ്ട് സമൂഹത്തിന് എന്താണ് നേട്ടം? ശശി തരൂർ കോൺഗ്രസിൽ തന്നെ നിന്നാലും CPM-ൽ പോയാലും BJP-യിൽ പോയാലും ഈ സമൂഹത്തിന് എന്താണ് വ്യത്യാസം വരുത്തുന്നത്? ഈ ജീവിതക്രമം മാറുമോ? ഒരു കൂട്ടർ പറയുന്നത് ശശി തരൂർ CPM-ൽ പോവും, മറുകൂട്ടർ പറയുന്നത് BJP-യിൽ പോവും. ഇതുകൊണ്ട് ഈ പുള്ളി എവിടെ പോയാലും നമ്മുടെ ജീവിതക്രമത്തിന് മാറ്റം ഉണ്ടാവുമോ? ഇതാണ് ഈ ഗതികെട്ട മാധ്യമ പ്രവർത്തനം നമ്മുടെ കേരളത്തിലെ. ഇപ്പോൾ ആശാപ്രവർത്തകർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തുന്ന സമരത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതെ, അതാണിപ്പോൾ സമൂഹത്തിൽ നമ്മൾ ലൈവായിട്ട് നിർത്തേണ്ടത്. അവർക്ക് നീതി ലഭിക്കുന്നിടം വരെ നമ്മൾ അവരുടെ ആ സമരത്തെ, അവരുടെ ആ കഷ്ടതകളും ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന രീതിയിൽ അത് സമൂഹത്തിൽ ഉയർത്തിക്കാട്ടി നിർത്തേണ്ടതിന് പകരം ശശി തരൂരിന് പുറകെ പോയിരിക്കുന്നു. ആശാപ്രവർത്തകരോട് അനീതി കാണിക്കുമ്പോൾ PSC അംഗങ്ങളുടെ കാര്യം മുമ്പ് പറഞ്ഞ പോലെ MM മണിയുടെ കൂട്ട് ഉള്ള ആൾക്കാർ മതി PSC അംഗങ്ങളെ. നേരത്തെ 3 അംഗങ്ങളായിട്ടിരുന്നു, അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഭംഗിയായിട്ട് PSCയുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടു. ഇപ്പൊ അത് 9 അങ്ങോട്ടാക്കിയേക്കും. 9 ആണോ 11 ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. എന്തിനാ? ഇതേപോലെ MM മണിയുടെ കൂട്ട് ഉള്ള നേതാക്കന്മാരെ, അവർക്ക് അതായത് MLA-യോ മന്ത്രിയാകാൻ സാധിക്കാത്ത ഇരിക്കുന്ന നേതാക്കന്മാരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഇതിന്റെ അംഗസംഖ്യ കൂട്ടുകയാണ്. MLA-മാരെ 140 പറ്റത്തുള്ളൂ.
സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്തോ ചെയ്യുന്നത്? ഇതേപോലെ ഇത്തരം ബോർഡുകള് ഇതേപോലുള്ള സ്ഥാപനങ്ങളില് അവരങ്ങ് അംഗങ്ങളെ തോന്നുന്ന പോലെ കൂട്ടും. ദേവസ്വം ബോർഡ് അതും ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ അംഗങ്ങളെ കൂട്ടുക, ഇതുപോലുള്ള പാഴികളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുക. എന്നിട്ട് അവർക്ക് കൊടുക്കുന്നത് രാഷ്ട്രപതിയെക്കാട്ടിലും പ്രധാനമന്ത്രിയെക്കാട്ടിലും മുഖ്യമന്ത്രിയെക്കാട്ടിലും ഒക്കെ കൂടുതൽ ശമ്പളം അങ്ങ് കൊടുക്കുക. എന്തൊരു ഗതികെട്ട സ്ഥിതിയിലേക്കാണ് കേരളത്തിന്റെ ഈ പോക്ക്. KV തോമസ് തന്നെ മുമ്പേ പരാമർശിച്ച പേരാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആയിരുന്നു, MLA ആയിരുന്നു, എല്ലാമായിരുന്നു. അതിന്റെ ശമ്പളവും കിട്ടും. കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്നെടുത്തൊരു ചാട്ടം ചാടി അങ്ങോട്ട് CPM-ലേക്ക്. കേരളം ഭരിക്കുന്നവരായതുകൊണ്ട് CPM-ലോട്ട് ചാടി. അവിടുന്ന് അദ്ദേഹത്തിന് നല്ല കോള് കിട്ടി. അദ്ദേഹത്തിന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി. അങ്ങനെ ഒരു പദവിയുടെ ആവശ്യം പോലുമില്ല. അയാൾ ഇത്രയും നാൾ കൊണ്ടിരുന്ന് കേരളത്തിന് വേണ്ടി ഒരു കാര്യവും കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ച് മേടിക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇപ്പൊ അയാൾക്ക് 11.5 ലക്ഷം രൂപ യാത്രാബത്ത എന്നും പറഞ്ഞ രീതിയിൽ കൊടുക്കും. അതുകൂടാതെ ഇനി ഓഫീസ് പ്രവർത്തനത്തിനും അയാളുടെ സ്റ്റാഫുകൾക്കൊക്കെ എത്ര രൂപ ശമ്പളം കൊടുക്കുക, ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ അനീതികളൊക്കെ കാണിച്ച് ന്യായമായിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല. അത് 3-4 മാസം കൊണ്ട് കുടിശ്ശികയായി കിടക്കുന്നു. അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും അവരുടെ പെൻഷൻ കിട്ടുന്നില്ല, അതും മുടങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ KSRTCയുടെ കാര്യം ഇതുപോലെ തന്നെ പെൻഷനേഴ്സിന് പെൻഷൻ കിട്ടുന്നില്ല. ഇതൊക്കെ ചർച്ച ചെയ്ത് ഇതൊക്കെ ലൈവായിട്ട് സമൂഹത്തിൽ നിർത്തി ഇവർക്കൊക്കെ നീതി വാങ്ങി കൊടുക്കേണ്ടതിന് പകരം ശശി തരൂർ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി. ഇതെന്ത് മാധ്യമപ്രവർത്തനം, ഇതെന്ത് പ്രതിബദ്ധത, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണോ ഇതൊക്കെ ഈ മാധ്യമപ്രവർത്തകർക്കുള്ളത്? സത്യത്തിൽ മാധ്യമപ്രവർത്തകർ സമൂഹത്തിനോട് പ്രതിബദ്ധത കാണിക്കേണ്ടത് ഇതേപോലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അവർക്ക് ന്യായമായ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നിടം വരെ അവർക്കൊപ്പം നിൽക്കേണ്ട ഒരു വിഭാഗമാണ് ഈ മാധ്യമപ്രവർത്തകർ. അതിനു പകരം ഇതേപോലുള്ള വ്യർത്ഥമായ ചർച്ചകളും ഇതിനൊക്കെയായി ഈ സമയം കളയുന്നതല്ല. ഇവരുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ വരാതെ മറച്ചു വയ്ക്കുക. അതായത് ന്യായമായിട്ടുള്ള ആശാപ്രവർത്തകരുടെ സമരത്തിനെ മറച്ചു വയ്ക്കുക, അന്യായമായി PSC അംഗങ്ങൾക്ക് പ്രതിഫലം കൂട്ടിക്കൊടുത്തത് ജനങ്ങളുടെ മുന്നിൽ മറച്ചു വയ്ക്കുക, KV തോമസിന് ഈ വാരിക്കോരി കൊടുക്കുന്ന ലക്ഷങ്ങളുടെ കണക്കുകൾ ജനങ്ങൾ അറിയാതിരിക്കാൻ അത് മറച്ചു വയ്ക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് ശശി തരൂരിന്റെ പേര് എടുത്തിട്ടിട്ട് ചർച്ചയാക്കുന്നു. അപ്പോൾ ആളുകളുടെ മനസ്സിൽ ശശി തരൂരിന്റെ ആ രൂപം അങ്ങോട്ട് കുത്തിവെച്ചു കൊടുത്തു കഴിയുമ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ ആ ചിത്രം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും. PSC അംഗങ്ങളുടെ ഈ അന്യായമായി കൂട്ടിക്കൊടുത്തേക്കുന്നത് ആളുകൾ മറക്കും. KV തോമസിനെ മറക്കും. പിണറായി വിജയന്റെ മോളുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി കേസ്, പിണറായി വിജയന്റെ മോളും ഉൾപ്പെടുന്ന ആ അഴിമതി കേസ്, ഇവയെല്ലാം ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയാണ് ഈ പ്രതിപക്ഷം, ക്ഷമിക്കണം, നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ഇത് അത്ര സമൂഹത്തിന് തന്നെ ശരിയായിട്ടുള്ള നടപടിയല്ല നിങ്ങൾ ഈ കാണിക്കുന്നത്. പിന്നെ തരൂരിന്റെ കാര്യം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ന്യായമായും വിഷമം തോന്നും. അത് ആ ഒരു രീതിയിലല്ല ഈ പിന്നെ മാധ്യമങ്ങൾ അത് എടുത്തിരിക്കുന്നതെന്ന് പറയാം. തരൂരിനെ കുറിച്ച് വിഷമം തോന്നാൻ കാരണം ഇപ്പോൾ കോൺഗ്രസിൽ എന്തൊക്കെയാണേലും എന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും തരൂരിനൊരു വിലയുണ്ട്. അദ്ദേഹം അതും കളഞ്ഞിട്ട് CPM-ലോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ജീവച്ഛവം ആയി കഴിയുന്നതിന് തുല്യമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ.
മരിച്ച് ഈ ജീവിച്ച് മരിച്ച് ജീവിക്കുന്നതിന് തുല്യമായിട്ടായിരിക്കും. നമുക്ക് തന്നെ അറിയാം ഇതിനകത്ത് പോയിട്ടുള്ള നേതാക്കന്മാരുടെ അവസ്ഥ. അവരെ ഒരു മൂലയ്ക്ക് ഇരുത്തും. പിന്നെ ചില കക്ഷികളെ പിടിച്ച് ബോർഡിന്റെ ഏതെങ്കിലും ബോർഡിന് ചെയർമാനാക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. പക്ഷെ ശശി തരൂരിന്റെ പോലുള്ള ഒരാൾ, ശശി തരൂരിനെ പോലുള്ള ഒരാളിനെ ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തോ അങ്ങനെയൊന്നും ഇരുത്തി ഈ ഒതുക്കപ്പെടേണ്ട ആളല്ല ശശി തരൂർ. അതിന് അനുകൂലിക്കത്തുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ബോർഡിന്റെ ചെയർമാനാകാനോ അല്ലെ തോമസിന്റെ കൂട്ട് ഒരു പ്രതിനിധിയാകാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രതിച്ഛായ തന്നെ നശിപ്പിക്കുന്ന കാര്യമായിട്ട് അദ്ദേഹം അത് ചെയ്യത്തില്ല. കോൺഗ്രസ്സുകാരുടെ കാര്യമാണ് അതിനെക്കാട്ടി കഷ്ടം. കോൺഗ്രസ്സുകാർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല, പാർട്ടിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹമില്ല. അവരുടെ ഏക ലക്ഷ്യം ആ ഒരു സോണിയ കുടുംബത്തിന്റെ ആ ഉന്നതിയും ഒക്കെയാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് എത്രമാത്രം പണം ഉണ്ടാക്കി കൊടുക്കാം, അവരെ ഏത് രീതിയിൽ സൂചിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ലക്ഷ്യവും കോൺഗ്രസ് നേതാക്കൾക്കില്ല. അതുകൊണ്ടാണ് ശശി തരൂരിനെ ഈ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അല്ലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കോ ഇവർ പരിഗണിക്കാതിരിക്കാൻ കാരണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് ശശി തരൂരായിരുന്നു പ്രതിപക്ഷ നേതാവ് എങ്കിൽ എന്തായിരുന്നു പാർലമെന്റിൽ സംഭവിക്കേണ്ടിയിരുന്നത്? പല കാര്യങ്ങളിലും ആരോഗ്യപരമായ ചർച്ചകൾ നടക്കും. ജനങ്ങളുടെ കാര്യത്തിലായാലും രാഷ്ട്രത്തിന്റെ കാര്യത്തിലായാലും ചർച്ചകൾ നടക്കും. പ്രതിപക്ഷവും ഭരണപക്ഷവും നല്ല രീതിയിൽ ചർച്ച ചെയ്യും. വേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും. അത് സ്വീകരിക്കപ്പെടും. അതനുസരിച്ച് നമ്മുടെ ഭരണക്രമം മുന്നോട്ട് പോകും. പക്ഷെ രാഹുൽ ഗാന്ധി എന്താണ് കാണിക്കുന്നത്? എപ്പോഴും ചാടി എണീച്ചൊരു കൊച്ചു പുസ്തകം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാം ഒരു കൊച്ചു പുസ്തകം. അതിന്റെ ഇന്ത്യൻ ഭരണഘടനയെന്ന് പുറംചട്ടയിലിരിക്കുന്നുണ്ടെങ്കിലും അതും തുറന്നു കാണിക്കാത്തതുകൊണ്ട് അതിനകത്ത് എന്തോ വെറും പുറംചട്ട മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ ബലമായ വിശ്വാസം. അത് അയാൾ പോലും ഒരു പ്രാവശ്യം വായിച്ചില്ല രാഹുൽ ഗാന്ധി. അദ്ദേഹം അതും പൊക്കി പിടിച്ചുകൊണ്ട് നിന്ന് ഡാൻസ് കളിക്കുക, അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം. നമ്മുടെ നാട്ടിലെ ഈ മന്ദബുദ്ധികളും അല്ലെങ്കിൽ ഈ പറയല്ലോ അരക്കിറുക്കന്മാര് ഇതുപോലൊക്കെയുള്ളവര് ചില സമയത്ത് മുഴുക്കിറുക്കന്മാരൊക്കെ പറയുന്നത് പോലൊക്കെയുള്ള ജൽപ്പനങ്ങളും ഒക്കെ നടത്തി അദ്ദേഹം പാർലമെന്റിന്റെ സമയം കളയുക എന്നുള്ളതല്ലാതെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം അവിടെ അദ്ദേഹം അവതരിപ്പിക്കാറില്ല. ആ സ്ഥാനത്ത് ശശി തരൂരായിരുന്നെങ്കിൽ മറിച്ചാകുമായിരുന്നു സ്ഥിതി. അതേ അവസാനമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു നമ്മുടെ ശശി തരൂരിന്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയാൽ സോണിയയുടെ കുടുംബം പറയുന്നത് അനുസരിക്കത്തില്ല, അംഗീകരിക്കത്തില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് ഒരു അവസരം കൊടുത്തില്ല. പകരം ഖാർഗെയെ ആക്കി. എന്താണ് ഖാർഗെ ആയാലുള്ള ഗുണം? ഖാർഗെയോട് സോണിയാഗാന്ധി അല്ലെ പ്രിയങ്കയോ രാഹുല പറയുക, എൻ്റെ കാൽക്ക വന്നിരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പോയിരിക്കും. എൻ്റെ കാല് തരാൻ പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തു കൊടുക്കും. എൻ്റെ വേഷമെല്ലാം ഞങ്ങളുടെ ഡ്രസ്സെല്ലാം നനച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യും. അതിന് ഈ ശശി തരൂർ തയ്യാറാകുകയില്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് പരിഗണിക്കാതെ അദ്ദേഹത്തിനെ ഒതുക്കി. എന്നിട്ട് അദ്ദേഹം മത്സരിച്ച് നല്ല രീതിയിൽ വോട്ടും പിടിച്ചു. അങ്ങനെയുള്ള ഒരാളിനെ കോൺഗ്രസിൽ നിർത്തേണ്ടതിന് പകരം പുകച്ച് പുറത്ത് ചാടിച്ചാൽ തീർത്തും ശല്യം ഒഴിവാകും എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. അത് കോൺഗ്രസിന് തന്നെ അവസാനം അത് അപകടമായിട്ട് വരും എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇപ്പൊ പറഞ്ഞു വരുന്നത് മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ പിറകെ പോകാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമായിട്ട് മുന്നിട്ടിറങ്ങുക, അത് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്തുക, അത് സമൂഹത്തിൽ ചർച്ചയാക്കുക, അത്തരക്കാർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് യഥാർത്ഥ മാധ്യമധർമ്മം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.